ഞാൻ ബാബു പുതുശ്ശേരി. ഇന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്ന് മയക്കുമരുന്നിൻ്റെയും കൊട്ടേഷൻ്റെയും വളരെ വർദ്ധിച്ച തോതിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം. ഇതിൽ പെട്ടുപോകുന്ന ഒരു വിഭാഗമുണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒരു അനുഭവമാണ് ഞാൻ ഇന്നിപ്പോൾ നിങ്ങളോട് പറയുന്നത്. ചെറുപ്പക്കാരനൊരു ഡ്രൈവർ രാവിലെ 10 മണിയായപ്പോൾ എറണാകുളം മറൈൻ ഡ്രൈവിൽ പൈനർ ടവറിൻ്റെ അവിടെ വെച്ച് ഒരു ചെറുപ്പക്കാരൻ കൈ കാണിച്ചു. നോർത്ത് പറവൂരിന് പോകണമെന്ന് പറഞ്ഞാണ് വണ്ടി വിളിച്ചത്. അപ്പം സന്തോഷം തോന്നി, നല്ലൊരു ട്രിപ്പാണ്. ഹൈക്കോടതിയുടെ ജംഗ്ഷനിൽ നിന്ന് ഒരാളോട് കയറാനുണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്നും ഒരു ചെറുപ്പക്കാരൻ കയറി. ഇവർ രണ്ടുപേരും കൂടെ നോർത്ത് പറവൂർ ചെന്നു. അവിടെ നിന്ന് ആരെയൊക്കെ ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, നമുക്ക് ആലുവ വരെ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡ്രൈവർ പറഞ്ഞു, അപ്പോൾ ഡീസൽ അടിക്കണം. ഡീസൽ അടിച്ചു, നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ പൈസ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം ഇവൻ്റെ കയ്യിലിരുന്ന പൈസയ്ക്ക് ഇവൻ ഡീസൽ അടിച്ചിട്ട് ഇവർ ആലുവയ്ക്ക് പോയി. ആലുവയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറവൂരിൽ നിന്ന് ഒരാളോട് കയറി. സംഗതി ഇവിടുന്ന് ഹൈക്കോടതിയുടെ അവിടെ ഒന്നും മറൈൻ ഡ്രൈവിൽ നിന്നൊരാളും പറവൂരിൽ നിന്ന് ഒരാളൂടെ കയറി. ഇവർ 3 പേരും കൂടെ ഇവൻ കയ്യിലെ പൈസ എടുത്ത് ഡീസലുമൊക്കെ അടിച്ച് നേരെ ആലുവയിൽ ചെന്ന് അവിടെ നിന്ന് ഒരാളും കൂടെ കയറിയിട്ട് അവർ ഭക്ഷണം കഴിക്കാൻ കുറച്ചും കൊണ്ട് മാറി ഭക്ഷണം കഴിക്കാൻ പോയി. ഇവൻ ഓട്ടോറിക്ഷയിലിരിക്കുക, ഇപ്പോൾ ഇവർ വരുമല്ലോ എന്ന് വിചാരിച്ച് അവർ ഹോട്ടലിൽ കയറി. ഇവൻ ഹോട്ടലിൻ്റെ ഭാഗത്ത് തന്നെ വണ്ടി ഇട്ടു. ഹോട്ടലിൽ കയറി ഒരു അരമണിക്കൂർ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നമുക്ക് പഴന്തോട്ടം എന്ന് പറയുന്ന സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞു. പഴന്തോട്ടം എന്ന് പറഞ്ഞാൽ പുത്തൻകുരിശിനടുത്താണ്. അവിടുന്ന് ഒരു പഴന്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയ വഴിക്ക് സംഭാഷണത്തിൽ നിന്നാണ് ഇവന് മനസ്സിലായത് ഇത് കൊട്ടേഷൻ ടീമാണ് എന്ന്. ആരെയോ ഇടിക്കാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ മേടിച്ചിട്ട് പോകുന്ന ടീമാണ് ഇവരെന്ന് ഇവന് അപ്പോൾ ഇവരുടെ സംഭാഷണത്തിൽ നിന്നൊരു സംശയം തോന്നി. ഏതായാലും ഇവർ പഴത്തോട്ടത്തിൽ ചെന്ന് ആ പ്രദേശത്ത് 1-2 സ്ഥലത്ത് നിർത്തി ഇവരാരെയൊക്കെയോ ഫോൺ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ആലുവയ്ക്ക് പോരുക എന്ന് പറഞ്ഞാൽ ഇവരുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായത് ഇവർ ആരെയോ തല്ലാനോ വെട്ടാനോ പോയ സ്ഥലത്ത് അവിടെ ഇല്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഇവർ തിരിച്ചു പോരുക ചെയ്യുന്നത്. സമയം അപ്പോഴത്തേക്ക് രാവിലെ 10 മണിക്ക് പോയ ആളുകളാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് വൈകുന്നേരമായി. തിരിച്ച് ആലുവയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ആലുവയിൽ നിന്ന് കയറിയയാളും നോർത്ത് പറവൂരിൽ നിന്ന് കയറിയയാളും അവിടെ ഇറങ്ങി. മറ്റേ 2 പേരെയും കൊണ്ട് ഇവൻ വീണ്ടും എറണാകുളത്തേക്ക് പോരുകയാണ്. അപ്പോൾ ഡീസൽ കുറവായി. പറഞ്ഞു, ഡീസൽ അടിക്കണമല്ലോ, പൈസ ഇവൻ്റെ കയ്യിലും പൈസയില്ല. അത് അങ്ങോട്ട് ചെന്നിട്ട് അടിക്കാൻ നമുക്ക് എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞാൽ പൈസയുണ്ട്. പക്ഷെ ഇവന് എങ്ങനെയെങ്കിലും ഇവരെ നിറക്കി വിട്ടാൽ മതി, ഇത് പെട്ടുപോയി എന്ന് ഇവന് മനസ്സിലായി. ഏതായാലും അവിടുന്ന് വണ്ടി പോന്നു. പാലാരിവട്ടം കഴിഞ്ഞു. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എത്തുന്നതിന് മുമ്പ് തന്നെ ഡീസൽ തീർന്നു, വണ്ടി വഴിയിലായിപ്പോയി. വണ്ടിയാണ്, ഡീസൽ തീർന്നു, വണ്ടി വഴിയിലായി. ഇവൻ പറഞ്ഞു, ഇത് വണ്ടി ഡീസലില്ലല്ലോ, ഞാൻ അവിടെ നിന്നേ പറഞ്ഞല്ലേ പൈസ തരാൻ. ഉടനെ ഡീസലില്ലാത്തവനൊക്കെയാണോ വണ്ടി കൊണ്ട് നടക്കുന്നു, ഞങ്ങളാരാ നിനക്ക് മനസ്സിലായോ എന്ന് പറഞ്ഞ് ഇവൻ്റെ കഴുത്തേലേക്ക് എന്തോ വെച്ചു. എന്താണെന്ന് ഇവന് മനസ്സിലായില്ല. നീ ഇവിടെ കേസ് കൊടുക്ക്, ഞങ്ങളിതേ പോവാന്നും പറഞ്ഞ് ഇവർ ഇറങ്ങിപ്പോക്കളഞ്ഞു. ഇവന് മനസ്സിലായി ഇത് കൊട്ടേഷൻ ടീമാണെന്ന് നേരത്തെ തന്നെ മനസ്സിലായിരുന്നല്ലോ. ഇവൻ്റെ കയ്യിൽ വണ്ടി കൊണ്ടുപോകാൻ ഡീസലടിക്കാൻ പൈസയില്ല, ഒന്നുമില്ല. അപ്പം പിന്നീട് കൂട്ടുകാരെ ആരെയോ ഫോൺ വിളിച്ച് അവർ
ജാറിനകത്ത് ഡീസൽ വാങ്ങിച്ച് കൊണ്ടുവന്നു. വണ്ടി ഡീസൽ തീർന്നു കഴിഞ്ഞാൽ പിന്നെ പമ്പ് ചെയ്തൊക്കെ കയറ്റി വരണ താമസമുണ്ട്. ഏതായാലും ഡീസൽ അടിച്ചപ്പം പോയി. പിന്നീട് ഒരു ദിവസം എന്നോട് പറഞ്ഞ സംഭവമാണ് ഇത്. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാഞ്ഞെന്ന് ചോദിച്ചു. എൻ്റെ പൊന്നു ചേട്ടാ, കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല. നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് കൊടുത്ത് പോലീസ് ഇവരെ അന്വേഷിച്ച് വരുന്നതിന് മുമ്പ് തന്നെ ഇവന്മാർ നമ്മളരികെ വരും. വെറുതെ ഇവരുടെ പിച്ചാത്തിപ്പിടിക്ക് നമ്മൾ ഇരയാകേണ്ട കാര്യമില്ല. കാരണം ഇവർക്കിതൊരു സർവ്വസാധാരണമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചെറുപ്പക്കാരൻ്റെ ഒരു ദിവസം മുഴുവൻ പോയി. അവൻ്റെ കയ്യിലിരുന്ന കാശ് പോയി, ഒരു ദിവസത്തെ ഓട്ടം പോയി. അവൻ ഭാഗ്യമുണ്ടായിരുന്നത് കൊണ്ട് ഇവൻ്റെ ഡീസൽ തീർന്ന് ഇവർ അവിടെ ഇറങ്ങി. അവിടെ നിന്ന് വേറൊരു വണ്ടി കൈ കാണിച്ച് പോയി. അത് പിന്നീട് എന്താ സംഭവം എന്നറിയില്ല. അതുകൊണ്ട് ഓട്ടോറിക്ഷ സുഹൃത്തുക്കളോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഒരു സംഗതി ഇതാണ്. നമ്മൾ പഴയ കാലമൊന്നുമല്ല, ഇപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെയും കൊട്ടേഷൻ്റെയും കാലമാണ്. ഇതെല്ലാം വന്നു കയറുന്നത് ഓട്ടോറിക്ഷയിലാണ് പലപ്പോഴും. ഇവന്മാരിറങ്ങി ഓടിക്കളയും, നമ്മളകത്തായി പോവുകയും ചെയ്യും. അങ്ങനെ അനേക സംഭവങ്ങൾ എൻ്റെ അറിവിൽ തന്നെ എറണാകുളം മേഖലകളിൽ സംഭവിച്ചിട്ടുണ്ട്, അല്ലാതെ സംഭവിച്ചിട്ടുണ്ട്. ഞാനതൊക്കെ തുടർന്ന് വരുന്ന ചില വീഡിയോകളിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് സൂക്ഷിക്കാനുള്ളൊരു സംഗതി, ശ്രദ്ധിക്കാനുള്ളൊരു സംഗതി, നമുക്ക് സംശയം തോന്നുന്ന ആളുകളെ ഒരിക്കലും നമ്മൾ വണ്ടിയെ കയറ്റരുത്. എന്ത് പ്രശ്നം വന്നാലും കയറ്റരുത്. അഥവാ ഇവർ കയറി വേറെ എവിടെയെങ്കിലും ഇറങ്ങി എന്തെങ്കിലും മേടിക്കാൻ മുമ്പ് വണ്ടിയെടുത്ത് വിട്ടോണം. പൈസ കിട്ടിയില്ല, പൈസ നഷ്ടപ്പെട്ടു പോയാലും വേണ്ടില്ല. നമ്മൾ ചെന്ന് ഇവരൊരു വെട്ടുകേസിലോ കുത്തുകേസിലോ ഇവർ പോയി പെട്ട് കഴിഞ്ഞാൽ ഇവരൊളിവിൽ പോവും. വന്ന വണ്ടിയും ഡ്രൈവറും അകത്താകും, യാതൊരു സംശയമില്ല. മയക്കുമരുന്നും കൊണ്ട് കച്ചവടം നടന്നാലും ഇത് തന്നെയാണ് സംഗതി. ഇവന്മാരിറങ്ങി ഓടിക്കളയും. അല്ല, ഇവരുടെ പിന്നിൽ ഗ്യാങ് ഉണ്ടാവും, ഇവരെ സംരക്ഷിക്കാൻ ആളുകളുണ്ടാവും. പക്ഷേ നമ്മൾ പെട്ടുപോകും, നമ്മുടെ കുടുംബം തകർന്നു പോവും, നമ്മുടെ വണ്ടി അകത്താവും, നമ്മുടെ സമൂഹത്തിൽ പേര് നഷ്ടപ്പെട്ടു പോകും, നമ്മൾ ജയിലിലും ആകും. അതുകൊണ്ട് എത്ര നല്ല ഓട്ടമെന്നാലും എത്ര വലിയ ഓട്ടമാണെന്ന് പറഞ്ഞാലും ശരി, നമുക്ക് ഇത്രയും അനുഭവപരിചയമില്ലേ എന്ന് മാത്രം ആളുകൾ നമ്മുടെ വണ്ടിയിൽ കയറുന്നു. ഒന്ന് ശ്രദ്ധിക്കണം. എന്തെങ്കിലും പന്തികേട് തോന്നിക്കഴിഞ്ഞാൽ നമ്മളവരെ കൊണ്ടുപോകരുത്. സ്റ്റാൻഡിൽ വെച്ച് തന്നെയാണല്ലോ ഞാൻ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഡ്രൈവർമാരൊക്കെ ഉണ്ട്. ഞാനങ്ങനെ ആ യാത്രക്കാരെ ഇറക്കി വിട്ടിട്ടുണ്ട്, എനിക്ക് സംശയം തോന്നിയിട്ട്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ദിവസം 4 പേര് വന്ന് പ്രീപെയ്ഡ് അടിച്ചിട്ട് അവർക്ക് കുമ്പളങ്ങി പോകണമായിരുന്നു. അപ്പോൾ കുമ്പളങ്ങി വരെ പോയിൻ്റ് ഇല്ലായിരുന്നതുകൊണ്ട് അന്ന് ഇല്ലാഞ്ഞുകൊണ്ട് പള്ളുരുത്തി നടവരെ മറ്റും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പറയും 4 പേരെ ഞാൻ കയറ്റിയിട്ട്, ഇവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ 4 പേരെ കയറ്റില്ല, ഞങ്ങൾക്ക് ഈ വണ്ടിയെ തന്നെ പോകണമെന്ന് അവരെ നിർബന്ധം പിടിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അവിടെ പോലീസുകാരുണ്ടായിരുന്നു, മറ്റേ ഡ്രൈവറും. അപ്പം പിന്നീട് വേറൊരു ഡ്രൈവർ തൊട്ട് പുറകെ കിടന്ന് ഞാൻ കൊണ്ടുപോയിക്കോളാം ചേട്ടാന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പ്രീപെയ്ഡ് ചീട്ടുമൊക്കെ എടുത്ത് ഇവന്മാരെയും കൂട്ടിക്കൊണ്ട് പോയി. പോയ വഴിക്ക് ഇവന്മാർ ബ്രാൻഡിയൊക്കെ കയ്യിലുണ്ടായിരുന്നു, അത് വണ്ടിയിലിരുന്ന് കുടിച്ചു. അവസാനം കുമ്പളങ്ങി അപ്പുറം കണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പൈസ കൊടുത്തില്ലെന്നല്ല, 200 രൂപ മറ്റേ കൊടുത്തുള്ളൂ. 300 ചില്ലാനം രൂപയുടെ ഏതാണ്ട് ഓട്ടം ഉണ്ടായിരുന്നു, 200 രൂപ കൊടുത്തു. അപ്പം ബാക്കി കാശോന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇതും കൊണ്ട് പോടാ ജീവനും വേണമെങ്കിൽ എന്നും പറഞ്ഞ് പോയി. അപ്പം നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ യാത്രക്കാരെ കയറ്റരുത്. യാത്രക്കാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന യാത്രക്കാരെ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ കയറ്റരുത്. അതുപോലെ ഈ നമ്മുടെ പൈസ പോയാലും നമ്മളെ ജീവൻ കൊണ്ട് നമ്മൾ അവരെ തിരിച്ച് കയറ്റിയില്ലെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് പോയിക്കണം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെയൊക്കെ ബഹളമാണ്, കൊട്ടേഷൻ്റെയും ബഹളമാണ്. അതുകൊണ്ട് എത്രയും വേഗം എല്ലാ ഡ്രൈവറും, കേരളത്തിലുടനീളമുള്ള എല്ലാ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ എനിക്ക് പറയാനുള്ളത്, ശ്രദ്ധിക്കുക. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ കയറ്റാതിരിക്കുക. ഇനി അഥവാ കയറ്റിപ്പോയപ്പോലും അത് പന്തികേടാണെന്ന് തോന്നിയാൽ ഇവരെവിടെയെങ്കിലും ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് കാലിക്ക് പോയേക്കുക. അവരുടെ കാശ് നോക്കാൻ നിൽക്കരുത്. കാരണം നമ്മൾ പിന്നീട് അകത്താകും, നമ്മുടെ കുടുംബം പട്ടിണിയാകും, നമ്മൾ പോലീസിൻ്റെ ഇടി മേടിക്കും,
നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ മഹാമോശക്കാരായി തീരും, മയക്കുമരുന്ന് കച്ചവടക്കാരായി തീരും. അതുകൊണ്ട് എല്ലാ ഡ്രൈവർമാരും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ട്രിപ്പുകൾ നമ്മൾ ഇനി ഉള്ള കാലത്ത്, നേരത്തെ ഒന്നും ഇത്രയൊന്നും പ്രശ്നമില്ല, ഒഴിവാക്കുക. നമുക്കാരും ഓട്ടോറിക്ഷക്കാർക്ക് ആരും സപ്പോർട്ട് ചെയ്തില്ല, ഒരു ഉദ്യോഗസ്ഥന്മാർ സപ്പോർട്ട് ചെയ്യില്ല, ഒരു പൊതുജനങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. പറയുമ്പോൾ പറയും അവന് മയക്കുമരുന്നിൻ്റെ കച്ചവടമാണെന്ന് എല്ലാവരും പറയുള്ളൂ. അതുകൊണ്ട് കഴിയുന്നതും ഇങ്ങനെയുള്ളൊരു സംഭവം ആ ഡ്രൈവർ പറഞ്ഞാൽ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം നമ്മളവിടെ കംപ്ലയിൻറ്റ് ചെയ്ത് തീരുന്നതിന് മുമ്പേ ഇവൻ ഇവിടെ വന്നിരിക്കും. ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടു, മയക്കുമരുന്ന് ചില പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ പോലും മയക്കുമരുന്നിനെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തപ്പം ആ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ വിളിച്ചിട്ട് നിൻ്റെ വീട്ടിൽ കയറി ഞങ്ങൾ തല്ലും എന്ന് പറഞ്ഞ് കൊട്ടേഷൻകാർ ഈ മയക്കുമരുന്നുകാരൊക്കെ ഇടപെട്ടതിനെക്കുറിച്ചുണ്ട്. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ഒഴിവാക്കുക. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ ഇനിപോലെ ഓട്ടോറിക്ഷക്കാരെ സംബന്ധിച്ച് അനേക അനുഭവങ്ങളുണ്ട്. അത് തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.